ഇനി എങ്ങനെ ഒരാൾക്ക് സമ്പത്ത് ശേഖരിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്താമെന്ന് നോക്കാം. നാം ഇന്ന് ജീവിക്കുന്നത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ധാരാളം സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഈ സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങൾ ഒരിക്കലും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഏത് വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കണമെന്നും ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും ഏത് രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കണമെന്നും ഏത് ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ തിരഞ്ഞെടുക്കണമെന്നും എവിടെ താമസിക്കണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നും എവിടേക്ക് യാത്ര ചെയ്യണമെന്നുമൊക്കെയുള്ള ധാരാളം സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് വാസ്തവം. നെപ്പോളിയൻ ഹിൽ അമേരിക്കയിലെ സ്വാതന്ത്ര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന ഈ രാജ്യത്തും ഭരണഘടന നമുക്കിതെല്ലാം ഉറപ്പു തരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്രജ്ഞരും അധ്യാപകരും രസതന്ത്രജ്ഞരും കണ്ടുപിടുത്തക്കാരും ബിസിനസ് അനലിസ്റ്റുകളും അക്കൗണ്ടന്റുമാരും അഭിഭാഷകരും ഡോക്ടർമാരും വ്യവസായ ബിസിനസ് മേഖലയിലെ ഉയർന്ന അറിവുള്ള ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. അവർ പുതിയ പ്രയത്ന മേഖലകളിൽ പരീക്ഷണം നടത്തുന്നു. അവർ കോളേജുകൾ, ആശുപത്രികൾ, പൊതുവിദ്യാലയങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നു. നല്ല റോഡുകൾ നിർമ്മിക്കുന്നു. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നാഗരികതയുടെ തലച്ചോറാണ് ഇവർ. കാരണം അവർ അവസരങ്ങൾ വിതരണം ചെയ്യുന്നു. പക്ഷേ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. നമുക്ക് ചുറ്റുമുള്ള ഈ അവസരങ്ങൾ യാന്ത്രികമായി പ്രവർത്തിക്കുന്നു. ഭാവന, വിശ്വാസം, ഉത്സാഹം, തീരുമാനങ്ങൾ, സ്ഥിരോത്സാഹം എന്നിവയുള്ള മനുഷ്യരുടെ അധ്വാനത്തിലൂടെയാണ് ഇതൊക്കെ ഉണ്ടായത്. ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഐഡിയകൾ പറഞ്ഞുകൊടുക്കുക എന്നതാണ്. വ്യക്തികൾക്ക് അവർ ആഗ്രഹിക്കുന്ന തുകയിൽ സമ്പത്ത് ശേഖരിക്കാൻ കഴിയുന്ന ഏറ്റവും വിശ്വസനീയമായ ഐഡിയകളാണ് ഇവിടെയുള്ളത്. പക്ഷേ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. സമ്പന്നനാകുക എന്നതിനർത്ഥം ബാങ്ക് അക്കൗണ്ടിൽ വലിയ തുക ഉണ്ടാവുക എന്നതല്ല. പകരം നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഒരു സംതൃപ്തി കൂടിയാണ് ശരിക്കും സമ്പന്നത എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ പുതിയ കണ്ടുപിടുത്തങ്ങളും ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ നിന്ന് ഉണ്ടായതാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ധാരണയുള്ളത് കഴിവുള്ള കുറച്ചു പേർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. ഏതൊരു സാധാരണക്കാരനും ഇതൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് രാവിലെ ഉറക്കമുണരുമ്പോൾ മനസ്സ് ശാന്തമാക്കിയതിനു ശേഷം നമ്മുടെ മുന്നിൽ കാണുന്ന ഏതൊരു വസ്തുവിനെക്കുറിച്ചും ഓർക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു പേനയെക്കുറിച്ചാണ് ഓർക്കുന്നത് എന്ന് ചിന്തിക്കുക. ആ പേന ഉപയോഗിച്ച് എഴുതുവാനല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതേപോലെ ഓരോ ദിവസവും വ്യത്യസ്ത സാധനങ്ങളുടെ വ്യത്യസ്ത ഉപയോഗങ്ങൾ ആലോചിക്കുക. ദിവസേന ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കും. നമ്മൾ ഈ പുസ്തകം മുഴുവനായും മനസ്സിലാക്കി കഴിയുമ്പോൾ വേഗത്തിൽ കൃത്യമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള നമ്മുടെ കഴിവിനെ പരിശോധിക്കുവാനുള്ള അവസരം വന്നുചേരും. തീരുമാനങ്ങളിൽ ഉടനടി എത്തിച്ചേരുന്നതും എടുത്ത ആ തീരുമാനം സാവധാനത്തിൽ മാത്രം മാറ്റുന്നതുമാണ് വിജയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ. പരാജയപ്പെടുന്ന ആളുകൾ വളരെ സാവധാനത്തിൽ മാത്രമാണ് തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നത്. കൂടാതെ ഈ തീരുമാനങ്ങൾ അവർ വേഗത്തിൽ മാറ്റുകയും ചെയ്യും. ഹെൻറി ഫോർഡിന്റെ ഏറ്റവും മികച്ച ഗുണങ്ങളിലൊന്ന് വേഗത്തിലും നിശ്ചയമായും തീരുമാനങ്ങൾ എത്തിച്ചേരുന്ന സ്വഭാവമാണ്. അവ പതുക്കെ മാറ്റുകയും ചെയ്യുന്നു. ഈ ഗുണം വളരെ പ്രകടമാണ്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരെ പേടിക്കുന്നു. അതായത് അയൽക്കാർ എന്ത് വിചാരിക്കും, എന്തു പറയും എന്നതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്. സത്യത്തിൽ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ഫലപ്രദമായി ചെയ്യുക. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ ഭൂമിയിലെ ഏറ്റവും വില കുറഞ്ഞ ചരക്കുകളാണ്. നിങ്ങൾ തീരുമാനങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരാഗ്രഹവും ഉണ്ടാവുകയില്ല. അതുപോലെ നമ്മുടെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഗ്രൂപ്പിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യവുമായി പൂർണ്ണമായും യോജിച്ചു പോകുന്നവരെ മാത്രമേ ഇതിനായി തിരഞ്ഞെടുക്കാവൂ.
മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിച്ചുവെന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു തലച്ചോറും മനസ്സുമുണ്ട്. അത് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക. അതുപോലെ തന്നെ അജ്ഞരായ ആളുകൾ അവർക്ക് അറിവുണ്ടെന്ന് തോന്നിപ്പിക്കാനായി ചെയ്യുന്നത് വളരെയധികം സംസാരിക്കുകയും കുറച്ചു മാത്രം കേൾക്കുകയുമാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. നിങ്ങളുടെ കണ്ണുകളും ചെവികളും വിശാലമായി തുറന്നിടുക. കുറച്ചു മാത്രം സംസാരിക്കുക. അധികം സംസാരിക്കുന്നവർ മറ്റൊന്നും ചെയ്യില്ല. നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഉപയോഗപ്രദമായ അറിവ് ശേഖരിക്കുവാനുള്ള നിരവധി അവസരങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മൾ പരാജയപ്പെടുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ പദ്ധതികളും ലക്ഷ്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് വരാം. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയല്ല, പകരം അവരുടെ ഐഡിയകൾ അവരിൽ നിന്നും സംസാരത്തിലൂടെ മനസ്സിലാക്കുക എന്നതാണ് ബുദ്ധി. നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് വായടച്ച് ചെവികളും കണ്ണുകളും തുറക്കുക എന്നതായിരിക്കണം. വാക്കുകളല്ല, പ്രവർത്തികളാണ് ഏറ്റവും പ്രധാനം. ഇത് മനസ്സിലുറപ്പിക്കണം. ഈ വാചകം നമ്മൾ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് എഴുതി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും ധൈര്യത്തോടുകൂടി ചെയ്യുക. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ധീരമായിരിക്കണം. ക്രിയാത്മക ചിന്തയും പ്രവൃത്തിയും ഫലപ്രദമായ ആശയവിനിമയവും പരിശ്രമത്തിൽ കൂടി നേടിയെടുക്കാവുന്ന കഴിവുകളാണ്. ഇവയ്ക്ക് പാരമ്പര്യ ഘടകം നിർണായകമല്ല. അതിനാൽ ഈ രണ്ടു കഴിവുകളും വളർത്തിയെടുക്കേണ്ടതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം അവനവന് തന്നെയാണ്. നല്ല കേൾവിക്കാരനാവുകയും അതിനൊപ്പം തന്നെ നല്ല പ്രതികരണവും കൂടിച്ചേരുമ്പോഴാണ് അത് നല്ലൊരു ആശയവിനിമയമാകുന്നത്. ആശയവിനിമയം നല്ലതായാൽ തന്നെ നാം വിജയത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശയം കൈമാറുന്ന പ്രക്രിയയാണ് ആശയവിനിമയം. ഇത് പ്രചോദനമാകാം, അല്ലെങ്കിൽ ഒരു പ്രതികരണമാകാം. ഒരു പ്രചോദനവും ഒരു പ്രതികരണവും കൂടി ചേരുമ്പോഴാണ് ആശയവിനിമയത്തിൻ്റെ ഒരു ഘടകം പൂർണ്ണമാകുന്നത്. നാം ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിലെ വ്യക്തത നോക്കി നാം പറയുന്ന വിഷയങ്ങളിലുള്ള നമ്മുടെ അറിവിനെ അവർക്ക് അളക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം സംസാരിച്ചു തുടങ്ങാൻ. അതുപോലെ അറിയാത്ത വിഷയങ്ങളിൽ സംസാരിക്കാനും നിൽക്കരുത്. ആശയവിനിമയം നിലവാരത്തിലെത്തിക്കുവാൻ വളർത്തിയെടുക്കേണ്ട ഒന്നാണ് ആശയസ്വരൂപണം. ആശയം സ്വരൂപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ആരോട്, എന്തിന്, എങ്ങനെ എന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കുക എന്നത്. കേൾക്കുന്ന വ്യക്തിയുടെ നിലവാരത്തിനനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കുവാൻ. എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്നത് വ്യക്തമാണെങ്കിൽ മാത്രമേ പറയുന്നതിൻ്റെ ഉദ്ദേശം കേൾക്കുന്ന വ്യക്തിയിൽ എത്തിച്ചേരുകയുള്ളൂ. ആശയവിനിമയത്തിലെ മറ്റൊരു പ്രധാന കാര്യമാണ് ഭാഷാസ്വാധീനം. ഭാഷയിൽ പാണ്ഡിത്യമുണ്ടാകണമെന്നല്ല, ഉചിതമായ ഭാഷ കേൾക്കുന്നയാളിന് മനസ്സിലാകുന്ന ഭാഷയാണ്. ലളിതമായ ഭാഷ ഉപയോഗിക്കുകയും അതിന് ഒരു ഒഴുക്കുമുണ്ടായിരിക്കണം. ആശയവിനിമയത്തിലെ മറ്റൊരു പ്രധാന കാര്യമാണ് അവതരണ ശൈലി. കേൾവിക്കാരന്റെ ശ്രദ്ധയാകർഷിക്കുക എന്നത് നമ്മൾ പറയുന്ന ആശയത്തെ കൃത്യമായി കേൾവിക്കാരനിലേക്ക് എത്തിക്കുവാനുള്ള കരുത്തുള്ള ഒരു ഉപകരണമാണ്. ഇനി നമുക്ക് പ്രതികരണ രീതി ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി വിമർശനം. നാം മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് കൂടുതൽ പരിക്കേൽപ്പിക്കുന്നത്. ഈ സത്യം സാധാരണ നാം ഓർക്കാറില്ല. വിമർശനം വിപരീത ഫലങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, ഒരു ഗുണഫലവും ഉണ്ടാവുകയുമില്ല. അതിനാൽ വിമർശനമെന്ന പ്രതികരണം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. രണ്ടാമതായി സഹതാപം. ഒരു വ്യക്തിയുടെ വിചാരണ വികാരങ്ങളെ അയാളുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതായി അയാളെ ധരിപ്പിക്കുകയും ചെയ്യുന്നത് സഹാനുഭൂതിയാണ്. അത് നല്ല പ്രതികരണമാണ്. മൂന്നാമത്തെ പ്രതികരണമാണ് ഉപദേശം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് നാം ഒരാളെ ഉപദേശിക്കുകയും ആ വ്യക്തി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ധാർമ്മികമായി അതിൻ്റെ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരെ നമുക്ക് സഹായിക്കാം, എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് നല്ലതല്ല. ഒരാളെ ഉപദേശിക്കുമ്പോൾ പരിഹാരം സ്വയം കണ്ടുപിടിക്കുവാനുള്ള അവരുടെ കഴിവിനെ നാം വളർത്തുകയല്ല, തളർത്തുകയാണ് ചെയ്യുന്നത്. നാം മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്ന ഭാവം നമ്മളിൽ വളരുന്നു. അതും നല്ലതല്ല. ഇതെല്ലാം മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കുകയും ചെയ്യുക. തീർച്ചയായും വിജയം നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ഇനി ഈ പുസ്തകത്തിൽ പറയുന്നത് വിവിധതരം കേൾവി രീതികളെക്കുറിച്ചാണ്. ആദ്യത്തെ രീതിയാണ്
കേൾക്കുന്നുവെന്ന് നടിച്ചിരിക്കൽ. ഇത് കേൾവിക്കാരൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യക്കുറവുകൊണ്ടോ അതുമല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടോ ആകാം. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ മനസ്സ് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാകാം. ഏതായാലും ഈ രീതി പറയുന്ന ആളിനും കേൾക്കുന്നയാളിനും ഗുണം ചെയ്യുകയില്ല. വിജയിക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തി ഈ ഒരു പ്രവണത ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമതായി, അലസമായി കേൾക്കുക. ആദ്യത്തെ രീതിയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് പറയുന്ന ആൾ വിചാരിക്കുക നമ്മൾ കേൾക്കുന്നുണ്ടെന്നാണ്. എന്നാൽ കേൾവിക്കാരൻ ശ്രദ്ധിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്ന ആളിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ പറയുന്ന വിഷയം വിരസമായതുകൊണ്ടോ ആവണമെന്നില്ലിത്. കേൾക്കുന്നയാളിന്റെ ശാരീരികമോ മാനസികമോ വൈകാരികവുമായ ഉന്മേഷക്കുറവാകാൻ കാരണം. ഇത് പറ്റുമെങ്കിൽ മാറ്റിയെടുക്കേണ്ടതാണ്. മൂന്നാമതായി, ഇഷ്ടമുള്ളത് മാത്രം കേൾക്കുക. കേൾക്കുന്ന കാര്യം അതുപോലെ മനസ്സിലാക്കുന്നതിനു പകരം നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് മാത്രം മനസ്സിലാക്കുന്ന പ്രവണതയാണിത്. നാലാമതായി, കേൾക്കേണ്ടതും കാണേണ്ടതും അറിയേണ്ടതും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നത് ഏറ്റവും ഫലപ്രദമായ ശ്രവണ രീതിയാണിത്. പറയുന്ന കാര്യം ശ്രദ്ധയോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ശരീരഭാഷ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നു. ഇതാണ് ഒരു ശരിയായ കേൾവിക്കാരൻ ചെയ്യേണ്ടത്. ഇനിയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും കാതലായ ഭാഗം. അതാണ് ലക്ഷ്യം. ഒന്നാമതായി, ഒരു കാര്യത്തിന്റെ പൂർത്തീകരണത്തിനായുള്ള ജ്വലിക്കുന്ന ആഗ്രഹമുള്ള ഒരു നിശ്ചിത ലക്ഷ്യം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. 2, അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുക. 3, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നോ അതിലധികമോ വ്യക്തികളുമായുള്ള സൗഹൃദം. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ ഈ 3 ഘടകങ്ങൾ അനിവാര്യമാണ്. ചെറുതോ വലുതോ ആയ സമ്പത്തിലേക്ക് നയിക്കാവുന്ന പടവുകളാണവ. ഇവ അധികാരം, പ്രശസ്തി, ലോക അംഗീകാരം എന്നിവയിലേക്ക് നയിക്കുന്നു. ഈ 3 ചുവടുകളെടുക്കാൻ പഠിക്കുന്ന എല്ലാവർക്കും മഹത്തായ പ്രതിഫലമുണ്ട്. പണം സ്വരൂപിക്കുന്നതിലെ വിജയത്തിന് ശക്തി അത്യാവശ്യമാണ്. പ്ലാനുകളും. പണം സ്വരൂപിക്കാൻ ശക്തി ആവശ്യമാണെന്നതുപോലെ തന്നെ അത് നിലനിർത്തുവാനായി അധികാരവും ആവശ്യമാണ്. അധികാരം എങ്ങനെ നേടണമെന്ന് നമുക്ക് പരിശോധിക്കാം. അധികാരം നേടണമെങ്കിൽ അറിവ് വേണം, അതായത് അനന്തരമായ ബുദ്ധി. പിന്നീട് പരീക്ഷണവും ഗവേഷണവും. ശാസ്ത്രരംഗത്തും പ്രായോഗികമായ ജീവിതത്തിന്റെ മറ്റെല്ലാ മേഖലകളിലും മനുഷ്യൻ ദിനംപ്രതി പുതിയ വസ്തുക്കൾ ശേഖരിക്കുകയും തരംതിരിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെയും അറിവ് നേടാം. ഇതിലൂടെ അറിവ് നേടിക്കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനുകളിലൂടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പവറാക്കി മാറ്റാം. ആർക്കും സമ്പത്ത് ആഗ്രഹിക്കാം. മിക്ക ആളുകളും അങ്ങനെ ചെയ്യും. എന്നാൽ ചിലർക്ക് മാത്രമേ അറിയൂ ഒരു നിശ്ചിത പദ്ധതിയും സമ്പത്തിനോടുള്ള ജ്വലിക്കുന്ന ആഗ്രഹവും മാത്രമാണ് സമ്പത്ത് ശേഖരിക്കുവാനുള്ള ഏക ആശ്രയയോഗ്യമായ മാർഗമെന്ന്. പ്രവർത്തനങ്ങൾക്കിടയിൽ പരാജയങ്ങൾ ഉണ്ടാവാം. പലതവണ പരാജയങ്ങൾ ആവർത്തിച്ചു എന്നും വരാം. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇത്തവണയും വിജയം വരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത തവണ തീർച്ചയായും സാധിക്കും. അപ്പോഴും കഴിഞ്ഞില്ലെങ്കിൽ അതിനടുത്ത പ്രാവശ്യം. സ്വന്തം കാലുകൾ ഉറപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വയം തോൽവി സമ്മതിക്കുന്നവരാണ് തോൽക്കപ്പെടുന്നത്. അതല്ലാത്തവരെല്ലാം തന്നെ വിജയികളാണ്. സങ്കടങ്ങളുടെ ഈ നിമിഷങ്ങൾ അഭിമാനത്തോടെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്ന കഥകളായി മാറുന്ന ഒരു ദിവസം തീർച്ചയായും വരും. അന്നവർ ആദരപൂർവം നിങ്ങളുടെ കഥകൾ കേട്ടുകൊണ്ടിരിക്കും. ആ കഥകളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ അവർ പഠിക്കുകയും ചെയ്യും. 1, പ്രവർത്തിക്കാൻ പറ്റുന്ന ശരിയായ അവസരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നത്. 2, അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് കയ്യിൽ നിന്നും വിട്ടുകളയാതിരിക്കുക എന്നത്. 3, സ്വന്തം മുറിപ്പാടുകളെ ഓർത്ത് അഭിമാനിക്കുക എന്നത്. ഇതെല്ലാം കൊണ്ട് ഓരോ നിമിഷവും ചരിത്രങ്ങളാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നത് ഓർമ്മയിലുണ്ടാകണം. മനസ്സിൽ വല്ലാത്ത മോഹം തോന്നുന്ന എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ അത് തോൽവിയാണ്. തോൽവി നമ്മളെ സ്വപ്നം കാണാൻ അനുവദിക്കുന്നില്ല. അതിന്റെ മുദ്രാവാക്യം തന്നെ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, എങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല എന്നതാണ്. പകരം വിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കുള്ളതാണ് പരാജയം. പരാജയം ധീരന്മാർക്കുള്ളതാണ്. നഷ്ടപ്പെടുമ്പോഴുള്ള അഭിമാനവും നേടുമ്പോഴുള്ള ആനന്ദവും അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു തുടങ്ങുക. തോൽവി ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മളെ മനസ്സിലാക്കാനല്ല നെപ്പോളിയൻ ഹിൽ ശ്രമിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ പരാജിതർക്ക് മാത്രമേ
സ്നേഹമെന്നാൽ എന്താണെന്ന് മനസ്സിലാകൂ. കാരണം നമ്മുടെ ഏറ്റവും ആദ്യത്തെ യുദ്ധങ്ങൾ നടക്കുന്നത് പ്രണയത്തിന്റെ ലോകത്താണ്. അതിലാകട്ടെ സാമാന്യമായി നമ്മൾ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കലും തോൽവി പറ്റാത്തവരുമുണ്ട് എന്നാണ് നെപ്പോളിയൻ ഹിൽ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവർ ഒരിക്കലും പടപൊരുതുന്നവരല്ല. എങ്ങനെയോ മുറിപ്പാടുകളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നവരാണ്. നാണക്കേടോ നിസ്സഹായതയോ അവർ അനുഭവിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് അഭിമാനപൂർവ്വം പറയാം, ഒരു യുദ്ധത്തിലും ഞാൻ തോറ്റിട്ടില്ല. എന്നാൽ അതേസമയം അവർക്ക് പറയാനുണ്ടാവില്ല, ഒരു യുദ്ധം ഞാൻ ജയിച്ചു എന്ന്. തോറ്റ് ജയിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് അനുഭവിച്ച് തന്നെ വേണം അറിയാൻ. തോൽവി പോലെ തന്നെ പ്രധാനമാണ് ഏകാന്തതയും. ഒരിക്കലും തനിച്ചിരിക്കാനാവില്ലെങ്കിൽ അവനവനെക്കുറിച്ച് അറിയാനും സാധിക്കുകയില്ല. അവനവനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ജയിക്കാനും പറ്റില്ല. നമ്മൾ സ്വയം ആരാണെന്ന് കണ്ടെത്തണം. ആ അറിവ് തീർച്ചയായും നമ്മളെ ജയിക്കാൻ പ്രേരിപ്പിക്കും. കൂടാതെ നമ്മുടെ ചിന്തകൾക്കപ്പുറത്തേക്കും നമുക്ക് കടന്നു ചെല്ലാനും അവ നമ്മെ സഹായിക്കും. ഏകാന്തത വലിയൊരു വേദനയായി അനുഭവിക്കുന്നവർ ഒരു കാര്യം തീർച്ചയായും ഓർമ്മ വെക്കേണ്ടതാണ്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ നമ്മൾ എപ്പോഴും തനിച്ചാണ്. ആദ്യം അവനവനെ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. എങ്കിലേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങൂ. സ്വയം ആരാണെന്ന് മനസ്സിലാക്കിയവർ അവനവൻ ചെയ്യുന്ന പ്രവർത്തികളിൽ വിശ്വാസമുള്ളവരാണ്. തീർച്ചയായും ജീവിതത്തിൽ ജയിക്കുന്നവരാണത്. ഇവിടെ നിന്നെല്ലാം ഓർമ്മിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം ഉൾക്കൊള്ളുക എന്നതാണ്. ഒന്നിനെയും ഒഴിവാക്കാതിരിക്കുക. ഈ സൂത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത് ഇതാണ്: സർവ്വവ്യാപകത്വം. എല്ലാത്തിനെയും ഉൾക്കൊണ്ട് വളരുക. ഉൾക്കൊള്ളുകയും വികസിപ്പിക്കുകയും ചെയ്യുക. വിജയമോ പരാജയമോ അതിനെ നെഞ്ചോട് ചേർക്കുക. നിങ്ങൾ യാതൊരു പ്രയത്നവും കൂടാതെ നിങ്ങളുടെ ലക്ഷ്യത്തെ നേടിയെടുക്കുകയാണെങ്കിൽ അതൊട്ടും നല്ല വിലയുള്ളതല്ല. അത് നേടിയെന്ന് പറഞ്ഞ് നിങ്ങളെ അഭിനന്ദിക്കുവാൻ കഴിയില്ല. ഹിമാലയത്തിൽ എത്തിച്ചേർന്ന ടെൻസിങ്ങിനെയും ഹിലാരിയെയും നമുക്ക് അഭിനന്ദിക്കാൻ കഴിയും. അത് ഹിമാലയമത്ര മൂല്യമുള്ള ഒന്നായതുകൊണ്ടല്ല, മറിച്ച് അവിടെ അത്രയുമധികം പരിശ്രമം ആവശ്യമാണ്. മാത്രമല്ല അതൊരു അപകടം പിടിച്ചതുകൂടിയാണ്. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനായി പ്രവർത്തിച്ചു തുടങ്ങുക. ജന്തുക്കൾ ഉത്തരവാദിത്തമുള്ളവരല്ല, എന്നാൽ അവർ സ്വതന്ത്രരുമല്ല. കാരണം അവർക്കൊരു പ്രത്യേക മാതൃകയെ പിന്തുടരേണ്ടതുണ്ട്. അവർ സന്തോഷമുള്ളവരാണ്, കാരണം യാതൊരു തെറ്റും അവർക്ക് സംഭവിക്കുകയില്ല. അവർ മുൻകൂട്ടി തീർച്ചപ്പെടുത്തിയ ഒരു വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിണാമത്തിന്റെ കോടാനുകോടി വർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മാതൃകയെ അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരീക്ഷിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. ശരിയെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. അവരതിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ അവർക്ക് തെറ്റ് സംഭവിക്കുവാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് സംഭവിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നമുക്ക് യാതൊരു പദ്ധതിയുമില്ല. എന്തെങ്കിലും ഒരു രൂപരേഖയോ മാതൃകയോ നമുക്കില്ല. നമ്മളുടെ വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ച് ഒന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പകരം ഒരു മാർഗം നമ്മൾ ശരിയായി തിരഞ്ഞെടുക്കുക. ശരിയായി അതിനായി പ്രവർത്തിക്കുക. നമ്മളുടെ പരിശ്രമത്തിലൂടെ നമ്മുടെ ഭാവിയെ സൃഷ്ടിക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. വാസ്തവത്തിൽ മനുഷ്യന് സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെ വേണം തന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ. ജീവിതത്തെ ഒരിക്കലും വിഭജിക്കുവാൻ കഴിയില്ല. അതായത് പകലുകളിൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ, രാത്രികളെ ഞാൻ ഒഴിവാക്കുമെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുകയില്ല. അകത്തേക്ക് വരുന്ന ശ്വാസത്തോടൊപ്പം മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ, പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെ ഞാൻ അനുവദിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ജീവിതം വൈരുദ്ധ്യങ്ങളുടെ ഒരു ഭാഗമാണ്. ശ്വാസം അകത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈ രണ്ട് വിപരീതങ്ങൾക്കുമിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദുഃഖങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. സന്തോഷം അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശ്വാസത്തെ പോലെയാണ്. ദുഃഖം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശ്വാസത്തെ പോലെയും, അല്ലെങ്കിൽ അത് പകലും രാത്രിയും എന്നതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷവാനാണെങ്കിൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ, ഞാൻ സന്തോഷവാനല്ലാതാകുമ്പോൾ ജീവിക്കുകയില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. യാതൊരു ദുഃഖവുമില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ ദരിദ്രനായി തീരുകയാണ്. കാരണം ദുഃഖം നമുക്ക് ആഴത്തിലുള്ള അനുഭവത്തെ നൽകും. ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുവൻ എല്ലായ്പ്പോഴും ഉപരിതലത്തിൽ തന്നെ നിൽക്കും. വാസ്തവത്തിൽ യാതൊരു ക്ലേശങ്ങളുമില്ലെങ്കിൽ നമ്മൾ രുചികെട്ടവനായി തീരും. ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഏതൊരുവനും
വീര്യമുണ്ടായിരിക്കുകയില്ല. അയാളൊരു ജഡവസ്തു മാത്രമായിരിക്കും. യാതൊരു തീവ്രതയും അയാളിൽ ഉണ്ടായിരിക്കുകയില്ല. വാസ്തവത്തിൽ ഒരു ഹൃദയത്തിനപ്പോൾ നിലനിൽക്കാൻ കഴിയുകയില്ല. ഹൃദയം സൃഷ്ടിക്കപ്പെടുന്നത് ദുഃഖങ്ങളിലൂടെയാണ്, വേദനയിലൂടെയാണ് നമ്മൾ പരിണമിക്കുന്നത്. ഒരു മനുഷ്യൻ ദുഃഖം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂവെങ്കിൽ, യാതൊരു വിധത്തിലുള്ള സന്തോഷവും അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അപ്പോഴും അയാൾക്ക് അനുഭവങ്ങളില്ല. കാരണം അനുഭവ സമ്പത്ത് വന്നു ചേരുന്നത് വിപരീതങ്ങളിലൂടെയാണ്. എത്രയും കൂടുതൽ നിങ്ങൾ വിപരീതങ്ങളിലേക്ക് നീങ്ങുന്നുവോ, അത്രയും ഉയർന്നവനും ആഴമുള്ളവനുമായി നിങ്ങൾ പരിണമിക്കും. ദുഃഖങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒരുവൻ അടിമയായിത്തീരും. അതുകൊണ്ട് സന്തോഷവും സങ്കടവും രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇവയ്ക്ക് രണ്ടിനുമിടയ്ക്കാണ് ജീവിതം നിലനിൽക്കുന്നത്. ഒരിക്കൽ ഒരു ദരിദ്രനായ വൃദ്ധനായ വ്യക്തിക്ക് ലോട്ടറി അടിച്ചു. $5 തന്നെ ഒരു വലിയ സംഖ്യയായി കാണുന്ന ഒരു വൃദ്ധനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്, അതും $5000. ഈ ലോട്ടറി അടിച്ചിരിക്കുന്ന വിവരമറിഞ്ഞത് അയാളുടെ ഭാര്യയാണ്. ഭാര്യ ഇത് കേട്ടപ്പോൾ തൻ്റെ ഭർത്താവ് ഈ ഒരു വിവരത്തെ എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നതിൽ വളരെയധികം വിഷമിച്ചു. കാരണം നമുക്കറിയാം, ഒരു വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുന്നതിലും വലിയൊരു തുക തൻ്റെ കയ്യിലേക്ക് കിട്ടുകയാണെന്നറിയുമ്പോൾ ആ ഒരു നിമിഷത്തിൽ ചിലപ്പോൾ അയാൾ ഒന്ന് പതറിയേക്കാം. ചിലപ്പോൾ അത് അയാളുടെ ജീവൻ തന്നെ അപഹരിച്ചെന്ന് വരാം. അതുകൊണ്ട് വൃദ്ധന്റെ ഭാര്യ പെട്ടെന്ന് പള്ളിയിലേക്ക് ഓടി. എന്നിട്ട് അവിടുത്തെ പുരോഹിതനോട് കാര്യങ്ങൾ പറഞ്ഞു. അവൾ പറഞ്ഞു, "എന്റെ ഭർത്താവ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അയാൾ മടങ്ങി വരാനുള്ള സമയമാണിത്. അതിനാൽ ഉടനെ എന്തെങ്കിലും ചെയ്യുക. തീർച്ചയായും ഈ വാർത്ത അയാളെ കൊല്ലും." പുരോഹിതൻ പറഞ്ഞു, "ഭയപ്പെടാതിരിക്കൂ. എനിക്ക് മനുഷ്യ മനസ്സിനെക്കുറിച്ചറിയാം. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ മനഃശാസ്ത്രം പഠിച്ചവനാണ്. ഞാൻ നിങ്ങളോടൊപ്പം വരാം." ഇങ്ങനെ ആ സ്ത്രീയും പുരോഹിതനും വീട്ടിലെത്തിച്ചേർന്നു. അധികം താമസിയാതെ ആ വൃദ്ധൻ അവിടേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ പുരോഹിതൻ ആ വൃദ്ധനോട് പറഞ്ഞു, "നിങ്ങൾക്ക് $5000 ഒരു ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുക?" ആ വൃദ്ധൻ ഒരു നിമിഷം അതിനെക്കുറിച്ച് ആലോചിച്ചു. പിന്നെ അയാൾ പറഞ്ഞു, "എനിക്ക് കിട്ടുന്നതിൻ്റെ പകുതി പണം ഞാൻ പള്ളിക്ക് നൽകും." ഇത് കേട്ടതും പുരോഹിതൻ മറിഞ്ഞു വീണു മരിച്ചു. ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാനുള്ളത്? വളരെ കൂടുതലായി എന്ത് കിട്ടിയാലും അതിന് സന്തോഷമാണെങ്കിൽ പോലും അത് നമ്മളെ ഇല്ലാതാക്കും. കാരണം നമുക്ക് ഒന്നിനും അതീതമായി നിൽക്കുവാൻ കഴിയില്ല. അത് ദുഃഖമാണെങ്കിലും ശരി, അതല്ല സന്തോഷമാണെങ്കിലും ശരി. അതിനാൽ ഓർമ്മിക്കുക, ആനന്ദമെന്നത് ദുഃഖത്തിനെതിരായിട്ടുള്ള ഒന്നല്ല. നമ്മൾ ആനന്ദവാനായി തീരുമ്പോൾ ദുഃഖങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിന്തിക്കാതിരിക്കുക. അത് അസംബന്ധമാണ്. ദുഃഖമെന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളില്ലാതാകുമ്പോൾ മാത്രമേ അതില്ലാതാവുകയുള്ളൂ. ശരീരത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുമ്പോൾ ദുഃഖങ്ങൾ അവസാനിക്കും. നിങ്ങൾ ഉണ്ടെങ്കിൽ ദുഃഖങ്ങളും ഉണ്ടാകും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോധവാനായി തീരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ കേന്ദ്രീകൃതനായി നിൽക്കാൻ സാധിക്കും. അവ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. നമ്മൾ അവയെ ആസ്വദിക്കും. അതാണ് നമുക്ക് വേണ്ടത്. വാസ്തവത്തിൽ സ്വർഗമെന്നും നരകമെന്നുമുള്ള അത്തരം ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളൊന്നുമില്ല. നമ്മൾ മരിക്കുമ്പോൾ ദൈവം നമ്മളെ ഭൂമിയിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കുമെന്നുള്ള ചിന്ത ഇല്ലാതാക്കണം. അത് ബാലിശമാണ്. നമ്മൾ നമ്മളുടെ നരകത്തെയും സ്വർഗത്തെയും നമ്മൾക്കുള്ളിൽ തന്നെ വഹിക്കുന്നു. നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ നരകത്തെയും സ്വർഗത്തെയും നമ്മളോടൊപ്പം ചുമന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ വിജയമുണ്ടാകാൻ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു കഥ കേൾക്കാം. ഒരിക്കൽ ഒരാളുടെ കാർ അപകടത്തിൽപ്പെട്ടു. അത് റിപ്പോർട്ട് ചെയ്യാനായി ഒരു ഫോം പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഫോമിൻ്റെ ഒരു ഭാഗത്ത് അപകടം ഒഴിവാക്കാനായി മറ്റേ വ്യക്തി എന്ത് ചെയ്യണമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇയാൾ എഴുതിയത്, ഒന്നുകിൽ അയാൾ ഈ വഴി വരരുതായിരുന്നു, അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണമായിരുന്നു. സത്യത്തിൽ ഇത് ഇയാൾക്കും ബാധകമുള്ള കാര്യമാണല്ലോ. നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും മറ്റേയാളിനെയാണ് തെറ്റിന് ഉത്തരവാദിയായി കാണുക. അയാൾ മറ്റെന്തെങ്കിലും ചെയ്യുമായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം മറ്റൊരാളെ പഴിചാരുന്നു. നമുക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് മനസ്സിലാക്കുക.
അത് തിരിച്ചറിയുന്ന നിമിഷം പരിവർത്തനം സാധ്യമായിത്തീരും. ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കാരണമാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ സങ്കടത്തിന് മറ്റുള്ളവരെ പഴിചാരാതിരിക്കുക. അതൊരു നല്ല ശീലമല്ല. ആ ശീലം നമ്മളെ പരാജയത്തിലേക്കായിരിക്കും നയിക്കുക. നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ അതേ നിലയിൽ തന്നെ സ്വീകരിക്കുക. നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതിനെയെല്ലാം സ്നേഹിക്കും. നമ്മളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ നിർത്തും. അതുകൊണ്ട് നാം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. എന്തു ചെയ്യുമ്പോഴും ഇഷ്ടത്തോടെ ചെയ്യുക. ഇഷ്ടപ്പെടാതെ ചെയ്യുന്നതൊന്നും വിജയിക്കില്ല. നമ്മൾ ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം അത് നമുക്കിഷ്ടമുള്ളതായിരിക്കണം. ആർക്കോ വേണ്ടി നമുക്കിഷ്ടമില്ലാത്തത് പ്രവർത്തിച്ചാൽ നമുക്കവിടെ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് വിജയിക്കുവാൻ സാധിക്കില്ല. ഓരോ നിമിഷവും ആസ്വദിക്കാൻ പഠിക്കുക. അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ഡോക്ടർ എൽമർ ആർ ഗേറ്റ്സ് എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിച്ച നെപ്പോളിയൻ ഹിൽ ഓരോ മനുഷ്യ മസ്തിഷ്കവും ചിന്തകളെ സ്വീകരിക്കുന്ന സ്റ്റേഷനാണെന്ന് കണ്ടെത്തി. റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് തത്വം ഉപയോഗിച്ച് സമാനമായ രീതിയിൽ ഈതർ മാധ്യമത്തിലൂടെ ഓരോ മനുഷ്യ മസ്തിഷ്കവും പുറത്തുവിടുന്ന ചിന്തയുടെ വൈബ്രേഷനുകൾ തന്നിലേക്ക് പിടിച്ചെടുക്കുന്നു. ക്രിയേറ്റീവ് ഇമാജിനേഷന്റെ വിവരണം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മസ്തിഷ്കത്തിൽ നിന്ന് പുറത്തുവിടുന്ന ചിന്തകൾ സ്വീകരിക്കുന്ന തലച്ചോറിന്റെ സൈറ്റാണ് ക്രിയേറ്റീവ് ഭാവന. ഒരു മസ്തിഷ്കത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈതറെടുക്കുന്ന വൈബ്രേഷനുകൾ വളരെ ഉയർന്ന നിരക്കിലുള്ള വൈബ്രേഷനുകളാണ്. ഇങ്ങനെ വളരെ ഉയർന്ന വൈബ്രേഷൻ നിരക്കിൽ സജ്ജീകരിക്കുന്ന ഊർജമാണ് ചിന്ത. അതേസമയം ഏതെങ്കിലും പ്രധാന വികാരങ്ങളാൽ ഉണ്ടായ ചിന്ത സാധാരണ ചിന്തയേക്കാൾ വളരെ ഉയർന്ന വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രക്ഷേപണ യന്ത്രങ്ങളിലൂടെ ഒരു തലച്ചോറിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്നുപോകുന്നു. മസ്തിഷ്കം വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈതർ മാധ്യമത്തിലൂടെ മറ്റ് തലച്ചോറുകൾ പുറത്തുവിടുന്ന ചിന്തകളെയും ആശയങ്ങളെയും ആകർഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ആ ചിന്തകൾക്ക് മുമ്പ് അത്യന്താപേക്ഷികമായ വികാരം ഒരാളുടെ ഉപബോധ മനസ്സെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്നത് ചിന്തയുടെ സ്പന്ദനങ്ങൾ ഈതറിൽ നിന്നെടുക്കുന്ന റിസീവിംഗ് സൈറ്റാണ്. ഉപബോധ മനസ്സിന്റെ പ്രധാന ഘടകങ്ങളും ഫാക്കൽറ്റിയും സഹിതം ക്രിയേറ്റീവ് ഇമാജിനേഷൻ അത് അയക്കുന്നതും സ്വീകരിക്കുന്നതുമായ സൈറ്റുകൾ ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ നമ്മുടെ ചിന്തയിൽ കൂടുതലായി ഉയർന്നുവരുന്ന വാക്കാണ് അംഗീകാരം. അംഗീകാരത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല, അല്ലേ? ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അംഗീകാരത്തെ പറ്റിയാണ്. മനുഷ്യന് 4 തരം വിശപ്പുകളാണുള്ളത്: ആഹാരം, അംഗീകാരം, പ്രചോദനം, ലൈംഗികം. ഇവകളാണ് 4 തരം വിശപ്പുകൾ. ഇവയിൽ ഏറ്റവും പ്രധാനം ഏത് എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം പറയാൻ പ്രയാസമാണ്. കാരണം എല്ലാം വളരെ പ്രധാനമാണ്. ഈ വിശപ്പുകൾ ശാരീരികവും വൈകാരികവുമായ ആവശ്യങ്ങളാണ്. അതിനാൽ അവ നിറവേറ്റേണ്ടതും ആവശ്യം തന്നെയാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. ഇവിടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അംഗീകാരത്തിനുള്ള ത്വരയും കാര്യകാരണ ബന്ധങ്ങളുമാണ്. നാം ജനിക്കുമ്പോൾ മുതൽ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അംഗീകാരത്തിന്റെ സന്ദേശം നമുക്ക് ലഭിച്ചു തുടങ്ങുന്നു. മറ്റുള്ളവരുടെ ദർശനം, സ്പർശനം, സംരക്ഷണം, സ്നേഹപ്രകടനങ്ങൾ, നമ്മോട് കാണിക്കുന്ന താൽപ്പര്യം, നമുക്ക് തരുന്ന പ്രോത്സാഹനം, ഇവയിലെല്ലാം അംഗീകാരത്തിന്റെ സന്ദേശമുണ്ട്. ഈ സന്ദേശങ്ങൾ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമാണ്. ഈ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ശാരീരികവും വൈകാരികവും ബുദ്ധിപരവുമായ വളർച്ച അത് കുറഞ്ഞു പോകുമെന്നാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്. ഒരു വ്യക്തിയുടെ രൂപം, ഭാവം, പെരുമാറ്റം, കഴിവ് ഇവയൊന്നും കണക്കിലെടുക്കാതെ അംഗീകാരത്തെക്കുറിച്ച് പറയുക സാധ്യമല്ല. ഉദാഹരണത്തിന്, നീ എൻ്റേതാണ്, നിന്നെ എനിക്കിഷ്ടമാണ് എന്നിങ്ങനെ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രത്യേകതയെ മാത്രം അംഗീകരിക്കുന്നത് സ്വാഭാവികവുമാണ്. ഉദാഹരണത്തിന്, നിന്റെ പാട്ട് എനിക്കിഷ്ടമാണ്, നിന്റെ പെരുമാറ്റം മാന്യതയുള്ളതാണ്. ഇവിടെ വ്യക്തിയുടെ ചില പ്രത്യേകതകൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി മറ്റൊരു തരത്തിൽ അംഗീകാരത്തെ തരംതിരിക്കാം: വളർത്തുന്ന അംഗീകാരം, തളർത്തുന്ന അംഗീകാരം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ട്രോക്സ്. വളർത്തുന്ന അംഗീകാരത്തിനുള്ള ഉദാഹരണം: നിന്നെ എനിക്കിഷ്ടമാണ്, നീ നല്ലവനാണ്, നീ മിടുക്കനാണ്, നിനക്കൊരു നല്ല ഭാവിയുണ്ട്, നിന്റെ പാട്ട് എനിക്കിഷ്ടമാണ്, നിനക്ക് സഹായിക്കാൻ മനസ്സുണ്ട്,
വ്യക്തിയും വ്യക്തിയുടെ കഴിവുകളും നന്മകളുമെല്ലാം ഇതിൽപ്പെടുന്നു. തളർത്തുന്ന അംഗീകാരത്തിനുള്ള ഉദാഹരണം: നിന്നെ എനിക്കിഷ്ടമല്ല, നീ നന്നാകാൻ പോകുന്നില്ല, നീ വെറും മണ്ടനാണ്, നിന്റെ രീതികൾ ആർക്കും ഇഷ്ടമല്ല, നിനക്ക് ഒരു തരത്തിലുള്ള കഴിവുമില്ല, നിന്റെ ഭാവി ഇരുളടഞ്ഞതാണ്, നീ ജനിക്കാൻ പാടില്ലായിരുന്നു. വ്യക്തിയും വ്യക്തിയുടെ പോരായ്മകളും ഇതിൽപ്പെടുന്നു. ഇവയെല്ലാം നമ്മുടെ ചിന്തയെയും അപകർഷതാബോധത്തെയും സ്വാധീനിക്കുന്നുണ്ട്. വളർത്തുന്ന അംഗീകാരം കിട്ടുന്ന വ്യക്തിയുടെ കഴിവുകൾ വളരുന്നു. കൊടുക്കുന്ന വ്യക്തിയുമായി നല്ല ആത്മബന്ധമുണ്ടാകുന്നു. തളർത്തുന്ന അംഗീകാരം കിട്ടുന്ന വ്യക്തിയുടെ ഉള്ള കഴിവുകൾ കൂടി നഷ്ടപ്പെടുന്നു. കൊടുക്കുന്ന വ്യക്തിയോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നു. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകാനും അതിനെ നിലനിർത്താനും മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്നതിനും സ്വയം പ്രചോദനം ഉൾക്കൊള്ളുന്നതിനുമായി ഇനി പറയാൻ പോകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. 1. വളർത്തുന്ന അംഗീകാരം മറ്റുള്ളവർക്ക് കൊടുക്കുകയും നമുക്ക് കിട്ടുമ്പോൾ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുക. 2. തളർത്തുന്ന അംഗീകാരം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. മറ്റുള്ളവർ നമുക്ക് തരുമ്പോൾ അതിനെ സ്വീകരിക്കാതിരിക്കുക. 3. സത്യസന്ധമല്ലാത്ത വളർത്തുന്നതും തളർത്തുന്നതുമായ അംഗീകാരം കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതിരിക്കുക. 4. നമുക്ക് അംഗീകാരത്തിൻ്റെ കുറവനുഭവപ്പെടുമ്പോൾ വളർത്തുന്ന അംഗീകാരം കിട്ടിയിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുക. 5. മറ്റുള്ളവരുടെ തെറ്റുകളും പോരായ്മകളും തിരുത്തുന്നതിന് തളർത്തുന്ന അംഗീകാരം കിട്ടിയിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുക. 6. മറ്റുള്ളവരുടെ തെറ്റുകളും പോരായ്മകളും തിരുത്തുന്നതിന് തളർത്തുന്ന അംഗീകാരം കൊടുക്കാതിരിക്കുക. പകരം അവരിലുള്ള കഴിവുകളെയും നന്മകളെയും അംഗീകരിച്ചുകൊണ്ട് അവർക്കുള്ള പോരായ്മകൾ പരിഹരിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുക. നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അംഗീകാരം നമ്മുടെ പേരിലുള്ള ഒരു നിക്ഷേപമാണ്. അത് പലിശ സഹിതം തിരിച്ച് നമുക്ക് തന്നെ കിട്ടുമെന്ന സത്യം നാം തിരിച്ചറിയണം. അതുകൂടാതെ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തൽ അത്യാവശ്യമാണ്. അതിന് അംഗീകാരം നല്ല രീതിയിൽ സഹായിക്കും. വ്യക്തിബന്ധങ്ങൾ ദൃഢമാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കിനി നോക്കാം. 1. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരെ വിമർശിക്കാതിരിക്കുക, നിന്ദിക്കാതിരിക്കുക. 2. മറ്റുള്ളവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. 3. പ്രചോദനം കൊടുത്ത് മറ്റുള്ളവരെ കർമ്മോത്സുകരാക്കുക. 4. മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടാൻ കാത്തിരിക്കാതെ നാം അവരെ ഇഷ്ടപ്പെടുക. 5. പുഞ്ചിരിക്കുക. ഒരു പുഞ്ചിരി മറ്റൊരു പുഞ്ചിരിക്ക് ജന്മം നൽകുന്നു. 6. പേര് വിളിച്ച് സംസാരിക്കുക. സ്വന്തം പേരിൻ്റെ ശബ്ദമാണ് മറ്റുള്ളവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശബ്ദം. അതിനാൽ അവരുടെ പേര് നമുക്കറിയാമെന്ന് അവരെ മനസ്സിലാക്കുക. അതിനുവേണ്ടി അവരെ പേര് വിളിച്ച് സംസാരിക്കുക. 7. നല്ലൊരു ശ്രോതാവായിരിക്കുക. മറ്റുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കുക. 8. മറ്റുള്ളവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക. 9. അംഗീകാരം കൊടുത്ത് മറ്റുള്ളവരുടെ സ്വാഭിമാനം വളർത്തുക. 10. തർക്കം ഒഴിവാക്കുക. തർക്കത്തിൽ ആരും ജയിക്കുന്നില്ല, രണ്ടു കൂട്ടരും തോൽക്കുകയാണ്. അതിനാൽ തർക്കം ഒഴിവാക്കുക. 11. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുക. അവർക്ക് തെറ്റുപറ്റിയെന്ന് പറയാതിരിക്കുക. 12. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ അത് നിരുപാധികമായി പെട്ടെന്ന് സമ്മതിക്കുക. 13. സ്നേഹത്തിൻ്റെ മാർഗത്തിൽ കൂടി മറ്റുള്ളവരുടെ മനോഭാവം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. സമ്മർദ്ദത്തിനും ഭീഷണിക്കും അധികാരത്തിനും അത് സാധ്യമല്ല. 14. നമ്മുടെ ആശയത്തോട് ഒരാൾ യോജിക്കണമെങ്കിൽ തുടക്കത്തിലെ തന്നെ നമുക്ക് അനുകൂലമാകുന്ന തരം പ്രതികരണം കിട്ടത്തക്ക വിധം നമ്മുടെ ആശയം പ്രകടിപ്പിക്കുക. 15. മനുഷ്യന് അവനവൻ്റെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ താൽപ്പര്യം. അതിനാൽ മറ്റുള്ളവരെ അവരവരുടെ കാര്യം പറയുവാൻ പ്രോത്സാഹിപ്പിക്കുക. 16. നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. നമ്മുടെ ആശയം അവരിൽ നിന്ന് വരത്തക്ക വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക. ശരിയായ ആശയം അവരുടേതാണെന്ന് അഭിമാനിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. 17. മറ്റുള്ളവരുടെ ചിന്തയും വികാരവും പെരുമാറ്റവും അവരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുക. 18. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ഉപദേശിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാതെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ തന്നെ പരിഹാരം കാണാൻ ഈ രീതി സഹായിക്കും. 19. നല്ല ഗുണങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കുക. ആ ഗുണങ്ങൾ അവരിൽ വളർന്നു വരും.
20 ആശയങ്ങൾക്ക് വ്യക്തതയുണ്ടാകാൻ ദൃശ്യമാധ്യമം കൂടി ഉപയോഗിക്കുക. 21 സാധാരണ പ്രചോദനം ഫലപ്രദമല്ല എന്ന് കണ്ടാൽ ഏതോ ഒരു കഴിവ് ആ വ്യക്തിയിൽ ഒളിഞ്ഞുകിടക്കുന്നുവെന്ന് സൂചിപ്പിക്കുക. അങ്ങനെ ആ കഴിവ് അവരിൽ പൊട്ടിമുളച്ചു തുടങ്ങും. 22 പ്രശംസയും അംഗീകാരവും കൊണ്ട് സംഭാഷണം തുടങ്ങുക. അപ്പോൾ നല്ല രീതിയിൽ ആശയവിനിമയം നടക്കും. 23 തെറ്റുകൾ പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ ടീമിലെ ഒരാളിൻ്റെ തെറ്റ് അന്യ ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നിരിക്കട്ടെ. നമ്മുടെ ടീം അംഗീകാരത്തിന് വേണ്ടി നാം മാപ്പ് ചോദിക്കുക. 24 മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവനവൻ്റെ തെറ്റുകൾ തിരുത്തുക. 25 ആജ്ഞാപിക്കുന്നതിനു പകരം അപേക്ഷിക്കുക. 26 ഒരു വ്യക്തിയുടെ പോരായ്മയ്ക്ക് പരസ്യം കൊടുക്കാതിരിക്കുക. അത് പരോക്ഷമായി പരിഹരിക്കുക. ഉദാഹരണത്തിന് ഏൽപ്പിച്ച ജോലിയിൽ പ്രാവീണ്യമില്ലെങ്കിൽ പ്രാധാന്യം കുറവില്ലാത്ത മറ്റൊരു ജോലി കൊടുക്കുക. 27 ഒരാളുടെ പ്രവൃത്തിയിൽ കാണുന്ന മികവിനെ അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക. 28 ആ വ്യക്തിയെ വിശ്വസിക്കുക. സാധാരണഗതിയിൽ അപ്പോൾ അയാൾ ആ വിശ്വാസ്യത തെളിയിക്കുക തന്നെ ചെയ്യും. 29 തെറ്റു ചെയ്തതിൻ്റെ കുറ്റബോധം മാറ്റാൻ സഹായിക്കുക. അതിൻ്റെ ഫലം അയാൾ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും മികച്ചതാവുകയും ചെയ്യും. 30 ഒരാളിലുള്ള പ്രത്യേക കഴിവിനെ പരസ്യമായി അംഗീകരിക്കുക. ആ കഴിവിൽ വിശ്വാസമുണ്ടെന്ന സന്ദേശം കൊടുക്കുക. മറ്റെന്ത് തരം ജോലിത്തിരക്കുകൾ ഉണ്ടെങ്കിലും അംഗീകരിക്കപ്പെട്ട വ്യക്തി ആ കഴിവ് പ്രകടിപ്പിക്കാനായി വെമ്പൽ കൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ വിജയം നമ്മളെ തേടി വരുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ചിലർ നെപ്പോളിയൻ ഹില്ലിനോട് ചോദിക്കുമായിരുന്നു, എന്തിനാണ് പണത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നത്, എന്തിനാണ് സമ്പത്ത് ഡോളറിൽ മാത്രം അളക്കുന്നത് എന്നെല്ലാം. പണത്തേക്കാൾ കൂടുതൽ മൂല്യമുള്ള സമ്പത്തിൻ്റെ മറ്റ് രൂപങ്ങളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അത് ശരിയുമാണ്. പണം എങ്ങനെ നേടാമെന്ന് പറയാനാണ് നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകം എഴുതിയത്. കാരണം ദശലക്ഷക്കണക്കിനായ ആളുകൾ അവരുടെ ജീവിതം സാമ്പത്തിക ഭയത്താലാണ് കഴിച്ചുകൂട്ടുന്നത്. ദാരിദ്ര്യ ഭയം പോലെ തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ചെല്ലാം മനുഷ്യർ ബോധവാന്മാരാണ്. ഇതിലൂടെ ഒരു കാര്യം ചെയ്യാനായി അവർക്ക് സാധിക്കുന്നില്ല. അതായത് വിമർശനം മനുഷ്യഹൃദയത്തിൽ ഭയമോ നീരസമോ വളർത്തും. അതൊരിക്കലും സ്നേഹം വളർത്തുകയില്ല. വിമർശന ഭയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇനി നാം നോക്കാൻ പോകുന്നത്. ഈ ഭയം ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം പോലെ തന്നെ ഭയാനകമാണ്. മാത്രമല്ല അതിൻ്റെ ഭയങ്ങൾ വ്യക്തിഗത നേട്ടങ്ങൾക്ക് മാരകമാണ്. കാരണം ഈ ഭയം നമ്മുടെ ഐഡന്റിറ്റിയെ നശിപ്പിക്കുകയും ഭാവനയുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഭയത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ആത്മബോധവും പരിഭ്രാന്തിയും. അടിസ്ഥാനപരമായി 6 ഭയങ്ങളാണുള്ളത്. 1 ദാരിദ്ര്യഭയം, 2 വിമർശന ഭയം, 3 അനാരോഗ്യ ഭയം, 4 ആരുടെയെങ്കിലും സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം, 5 വാർദ്ധക്യ ഭയം, 6 മരണഭയം. ഈ ഭയങ്ങളിൽ നിന്ന് മുക്തമാകാതെ നമുക്കൊരിക്കലും വിജയിക്കുവാൻ സാധിക്കുകയില്ല. സംസാരിക്കുന്നതിലും അപരിചിതരെ കണ്ടുമുട്ടുന്നതിലുമുള്ള ഭയം കൈകളുടെ വിചിത്രമായ ചലനത്തിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. സമനിലയുടെ അഭാവം, ശബ്ദനിയന്ത്രണത്തിന്റെ അഭാവം, ഉള്ളിലെ അസ്വസ്ഥത എന്നിവയിലൂടെയും പ്രകടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് അപകർഷതാബോധം. അപകർഷതാബോധം മറയ്ക്കാനുള്ള ഉപാധിയായി പ്രവർത്തികളിലൂടെ സ്വയം അംഗീകാരം പ്രകടിപ്പിക്കുന്ന ശീലമുണ്ട്. മറ്റുള്ളവരെ ആകർഷിക്കാനായി വലിയ വാക്കുകൾ ഉപയോഗിക്കും. വേഷത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരെ അനുകരിക്കും. സാങ്കല്പിക നേട്ടങ്ങളുടെ വീമ്പിളക്കലുണ്ടാകും. ഇവയെല്ലാം നമ്മുടെ ഭയത്തെ മറ്റുള്ളവർ അറിയാതിരിക്കാൻ നാം ചെയ്യാറുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അപകർഷതാബോധത്തെക്കുറിച്ച് സംസാരിച്ചു അല്ലേ? അപ്പോൾ എവിടെ നിന്നാണ് ഈ അപകർഷതാബോധം വരുന്നത്? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നാണ് നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിലൂടെ ഇനി പറയാൻ പോകുന്നത്. നാം വിലയിരുത്തപ്പെടുന്നതിൻ്റെ അടിസ്ഥാനമായ കാരണങ്ങൾ: 1 എങ്ങനെ കാണപ്പെടുന്നു, രൂപം, ഭാവം, വേഷം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2 പറയുന്ന വിഷയത്തിലുള്ള അറിവ്. 3 ഭാഷാ സ്വാധീനം. 4
വിഷയം അവതരിപ്പിക്കുവാനുള്ള കഴിവ്. 5 ശ്രോതാക്കളെ സ്വാധീനിക്കുവാനുള്ള കഴിവ്. 6 നമ്മുടെ സംസ്കാരം, മാന്യത. 7 മറ്റുള്ളവരെ അംഗീകരിക്കുന്ന രീതി. ഇതിലെ 6ാമത്തെ ഇനമായ സംസ്കാരത്തെക്കുറിച്ചും മാന്യതയെക്കുറിച്ചുമാണ് ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു സദസ്സിൽ കേൾവിക്കാരായി 100 പേർ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. തുടക്കത്തിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് വിഷയമെന്താണ് എന്നായിരിക്കും. എന്തിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാനായിരിക്കും ശ്രമം. പെട്ടെന്ന് കേൾവിക്കാർ അറിയാതെ തന്നെ അവരുടെ ശ്രദ്ധ തിരിയുന്നത് എങ്ങനെ പറയുന്നു എന്നതിലേക്കായി മാറും. പറയുന്ന രീതി ഉളവാക്കുന്നത് ആകർഷണമായാലും വികർഷണമായാലും ശ്രദ്ധ മുഴുവനും പറയുന്ന രീതിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കയ്യടിയോ കല്ലേറോ കിട്ടുന്നത്. നിങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന 100 പേരുടെയും മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള മായാത്ത ചിത്രം നിങ്ങൾ വരയ്ക്കുകയാണെന്നോർക്കണം. അവതരിപ്പിക്കുന്ന വിഷയത്തിലുള്ള പരിമിതികളോ ഭാഷാസ്വാധീനക്കുറവോ അവതരണ ശൈലിയിലുള്ള പോരായ്മയോ ഒരു പരിധിവരെ ജനങ്ങൾ സഹിക്കും. എന്നാൽ നല്ല സംസ്കാരത്തിൻ്റെയും മാന്യതയുടെയും കുറവോ അഭാവമോ ജനം സഹിക്കുകയില്ലെന്ന് തിരിച്ചറിയണം. ഏറ്റവും മോശമായ ചിത്രം വരയ്ക്കുന്നതും സംസ്കാരശൂന്യതയുടെയും മാന്യതക്കുറവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നാം സംവദിക്കുമ്പോൾ നല്ല സംസ്കാരവും മാന്യതയും നിലനിർത്തുന്നതെങ്ങനെയെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നല്ല സംസ്കാരവും മാന്യതയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ശക്തമായ അടിത്തറയിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന രീതികളാണ്. ശക്തമായ അടിത്തറയെന്ന് പറയുന്നത് 2 മഹത്തായ ഗുണങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ്. ഒന്ന് സ്വാഭിമാനം, രണ്ടാമത്തേത് വിനയം. ഈ 2 ഗുണങ്ങളാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ശില. ഈ ശിലയാണ് ക്രിയാത്മക മനോഭാവത്തെ താങ്ങി നിർത്തുന്നതും സംരക്ഷിക്കുന്നതും. നിഷേധാത്മക മനോഭാവം വളർന്ന് ക്രിയാത്മക മനോഭാവത്തെ ക്ഷീണിപ്പിക്കാതെ സംരക്ഷിക്കുന്നത് സ്വാഭിമാനവും വിനയവുമാണ്. ഈ 2 ഗുണങ്ങളും നമ്മുടെ വ്യക്തിത്വത്തിൽ വന്നുചേരുന്നത് ബാല്യകാലത്താണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാന്യത കൂടപ്പിറപ്പാണ്. മാന്യതയും നല്ല സംസ്കാരവും കൃത്രിമമായി നടക്കേണ്ടത് ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലും ചിന്തയിലും പെരുമാറ്റത്തിലും സ്വാഭാവികമായി തന്നെ മാന്യതയും നല്ല സംസ്കാരവും പ്രകടമായിക്കൊള്ളും.